വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. അനാവശ്യ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിരസിക്കുന്നുവെന്നും ആക്ഷേപം. സർക്കാർ നടപടിക്കെതിരെ അധ്യയന വർഷാരംഭം മുതൽ സ്കൂളുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാ നിയമങ്ങളും പാലിച്ച് നവീകരണങ്ങൾ നടപ്പിലാക്കിയ സ്കൂളുകൾക്കെതിരെ അധികൃതർ അനാവശ്യ പ്രതികാര നടപടികൾ നടത്തുന്നുവെന്നാണ് പരാതി. അറ്റകുറ്റപ്പണികൾ മുഴുവനും നടപ്പിലാക്കിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതിയാണെന്നും പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പരാതിപ്പെടുന്നു. സ്കൂളിന്റെ ഫിറ്റ്നസിന് നിലവിലില്ലാത്ത നിയമങ്ങൾ മറികടന്നുകൊണ്ട് കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പഞ്ചായത്ത് വകുപ്പിന്റെ നടപടികൾ അടിയന്തരമായി അവസാനിപ്പിച്ച് സ്കൂളുകൾക്ക് അടിയന്തരമായി 3-ാം തീയതിക്ക് ഫിറ്റ്നസ് നൽകുക. ഗതാഗത വകുപ്പ് ബസ്സുകളുടെ ഫിറ്റ്നസ് നൽകുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കണം. ഒപ്പം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള യൂണിഫോമിനുള്ള ഫണ്ട് അടിയന്തരമായി 3-ാം തീയതിക്ക് മുമ്പ് സർക്കാർ അനുവദിക്കുക. 10-ാം ക്ലാസ് കഴിഞ്ഞ് SLC യോഗ്യരായ കുട്ടികൾക്ക് ആവശ്യമായ സീറ്റുകൾ നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ ആവശ്യമായ സ്ഥലങ്ങളിൽ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കുക. ഇത്തരത്തിൽ കരിനിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ സ്കൂളുകളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മാനേജ്മെന്റ് കുറ്റപ്പെടുത്തുന്നുണ്ട്. സർക്കാർ നടപടി തുറന്നാൽ അധ്യയന വർഷം മുതൽ സ്കൂളുകൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കുമെന്നും എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.